മെയിൻ പ്രശ്നമാണ് മടി എന്നുള്ളത്. സോ ഈ മടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ കേസാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ അതൊരു ജസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ലേസിനെസ്. ഇപ്പം എനിക്കാണെങ്കിലും പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലേസിനെസ് അല്ലെങ്കിൽ മടി ഫീൽ ചെയ്യും. സോ ആക്ച്വലി ഈ മടി എങ്ങനെ മാറ്റാം? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കൊക്കെ ആ മടി എന്ന് പറയുന്ന സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ആയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. ശരിയാണ്, വളരെയധികം വലിയ ശരിയാണ്. നിങ്ങൾക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യത്തിലായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് ഇത് മെയിൻ ആയിട്ട് നമ്മൾ പോകുന്നത്. സോ ഈ ഒരു മടി മാറ്റല് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ മടി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സയന്റിഫിക്കലി അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു സംഭവമല്ല, അത് മാറ്റാൻ വേണ്ടി പറ്റും. അല്ല അതൊരു പെർമനന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഒന്നല്ല, അതൊരു ഹാബിറ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ഹാബിറ്റ് മാറ്റുന്ന പോലെ മാറ്റിയാൽ മതി. ഒരു ക്യാരക്ടർ ഒന്നല്ല, ഒരു ഹാബിറ്റ് ആണ്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ എഫേർട്ട് ഇടുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യം സോർട്ട് ചെയ്യേണ്ടത്, ആദ്യം കുറച്ച് ഞാനൊരു 1-2 സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഓഫ് കോഴ്സ് പറയുന്നു 100% നിങ്ങളെ ലൈഫിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. അതിലെ കുറച്ച് കേസസ് ആണ്, കുറച്ച് എനിക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത സാധനങ്ങളായിരിക്കും ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത്. പ്ലസ് ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ എങ്ങനെ മടി മാറ്റാം? അതായത് നമുക്ക് എല്ലാവർക്കും മടി വരാനുള്ള റീസൺ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാര്യത്തിലായിരിക്കും നമുക്ക് മടി ഉണ്ടാവുക. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ചെയ്യല് ഞാൻ ഇതിനു മുമ്പ് കുറെ മുന്നേ തന്നെ ലൈറ്റും കാര്യങ്ങളും ക്യാമറയും ഒക്കെ സെറ്റ് ആയിട്ടാണെങ്കിൽ പോലും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ റീസെന്റ് ആണ് പ്രോപ്പറായിട്ട് വീഡിയോസ് എടുക്കലും ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും ഒക്കെ. ആക്ച്വലി അവിടെ സമയമില്ല എന്നുള്ള ഒരു ആയിരുന്നു എൻ്റെ കാരണം. പക്ഷെ ഇപ്പൊ ഞാൻ അതും ചെയ്യുന്നുണ്ട്, ഞാൻ ഓൾറെഡി ചെയ്തിരുന്ന വർക്കും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. സോ അവിടെ മാനേജ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അത് നടക്കാത്തത്. സോ മേ ബി നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കും, അത് എനിക്ക് കഴിയൂല, ഞാൻ ഇതാണ്. ആക്ച്വലി അത് മടി പിടിച്ചിട്ട് നമ്മൾ അത് ചെയ്യാതിരിക്കാം. ശരിക്കും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമേ അല്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഡേ ബൈ ഡേ ചെറിയ ഇമ്പ്രൂവ്മെന്റിലൂടെയാണ് വലിയൊരു ഇമ്പ്രൂവ്മെന്റിലേക്ക് എത്തുക. സോ എങ്ങനെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് മടി മാറ്റി നിർത്തി നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? സോ അതിനൊരു ബേസിക് ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, നമുക്ക് മടി പിടിക്കാൻ കാരണം ചില വർക്കുകൾ വലിയ രീതിയിലായതുകൊണ്ടാണ്. അതായത് ഇപ്പം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, എനിക്ക് ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്കൊരു വർക്ക് ചെയ്യാനുണ്ട്, ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ട്, ഇത് എപ്പോഴാ തീരെ വലിയ പ്രൊജക്റ്റ് ആണല്ലോ എന്നുള്ളതാണ് മെയിൻ തോട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ വർക്കുകൾ സിംപ്ലർ യൂണിറ്റ് ആയിട്ട് ചെറിയ പീസ് ആക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ചെറിയതാക്കുന്ന സമയത്ത് ആ ചെറുത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അപ്പൊ നമുക്ക് ഇത്ര കഴിഞ്ഞല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റ് ഒരൊറ്റ ടൈമിൽ ഷൂട്ട് ചെയ്യണം. സോ ചിലപ്പോൾ അത് എനിക്കൊരു ഹാക്ടിക് ആവും. അപ്പൊ മേ ബി ഞാനൊരു സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്ത് അത് വലിയൊരു ടാസ്ക് ഞാൻ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഇത്ര വീഡിയോസ് ഇന്ന്, അടുത്ത വീഡിയോസ് ഇന്ന ഡേറ്റിൽ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് വൺ, നിങ്ങൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ചെറുതാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പോൾ ഈവൻ പരീക്ഷ ആയിക്കോട്ടെ, എക്സാമിന്റെ സമയത്ത് നിങ്ങൾ പഠിക്കലായിക്കോട്ടെ, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഏത് പുതിയ കാര്യം ലേൺ ചെയ്യുകയാണെങ്കിലൊക്കെ, ഇപ്പം ഒരു യൂട്യൂബ് വീഡിയോ, ഒരു 2 hours യൂട്യൂബ് വീഡിയോ വെച്ചിട്ട് ഒരു ലേണിംഗ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം എന്തെങ്കിലും എക്സാമ്പിൾ എഡിറ്റിംഗ് നമ്മൾ പഠിക്കണം, ഒരു 2 hours വീഡിയോ. അത് ഒറ്റയ്ക്ക് 2 hours പഠിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അത് 2 hour പഠിക്കണ്ടേ, അതൊക്കെ ഒക്കെ കൂടി സമയം എപ്പോഴാ, ഇനി എടുത്ത് നോക്കണം എന്നുള്ളത് ഇഷ്യൂ. അപ്പൊ നിങ്ങൾ അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. 10 മിനിറ്റ് ഇന്ന് പഠിക്കുന്നു, 10 മിനിറ്റ് നാളെ പഠിക്കുന്നു. സോ ഇങ്ങനെ ഡേ ബൈ ഡേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചടക്കില്ല. അതുമല്ല ഈ മടി പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ അതിന്റെ കൂടെ നിങ്ങളെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. സോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ 2 minute റൂളോ 5 second റൂളോ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ടൈം മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എക്സാമ്പിൾ എന്താ വെച്ചാൽ, നമുക്ക് ടൈം ഒരുപാട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യാം തീരെ ടൈമില്ല,
എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള കൺസേൺ ആണ്. സോ അത് മാറ്റി നിർത്താൻ വേണ്ടി ഏതെങ്കിലും ടൈം മാനേജ്മെന്റ് ടെക്നിക്സോ അല്ലെങ്കിൽ പ്രോപ്പർ സ്ട്രക്ചറിങ്ങോ ചെയ്താൽ മതി. സോ അങ്ങനെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മടിയില്ലാതെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒരു ഓവറുള്ള പോലെ നിങ്ങൾക്ക് തീരെ ഫീൽ ചെയ്യില്ല. സോ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മടി പിടിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ സിമ്പിൾ കാര്യങ്ങളുണ്ടാവും, ചെറുതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ടാവും. ആ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ചെറിയ ഹാബിറ്റ്സ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എല്ലാ ദിവസവും റുട്ടീനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അത് റുട്ടീനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് റുട്ടീനായി മാറിയിട്ട് നിങ്ങൾക്ക് അതൊരു ചടപ്പില്ലാതെ മടിയില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈവൻ വീഡിയോസ് ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് റിലേറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. എന്റെ കേസിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. ഞാനപ്പം എല്ലാ ദിവസവും ഞാൻ ഒരു മൈൻഡിൽ വെക്കും, ഓക്കെ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആ ഷൂട്ട് ചെയ്യാം, ഞാൻ വരുന്നു, ജസ്റ്റ് ഇരിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഈവൻ ഇന്ന് എന്റെ കോണ്ടന്റ്, പേഴ്സണൽ കോണ്ടന്റ് ഉണ്ട്, നാളെ ചിലപ്പം ഇജു സാൾവിന്റെ കോണ്ടന്റ് ആവും, മെന്റർവേന്റെ കോണ്ടന്റ് ആവും. സോ എനിക്ക് അങ്ങനെ മാറി കോണ്ടന്റ് ഉള്ളപ്പോൾ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു എനിക്ക് ഇങ്ങനെ കോണ്ടന്റ് ചെയ്യാനുണ്ടാവും. അതുമല്ല ഞാൻ ഡെയിലി അത് ചെയ്യുന്നുണ്ട്. സോ ഡെയിലി ഞാൻ ഒരു വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ആവാനും പറ്റും. മറ്റെന്തായി, എനിക്കിതൊരു റൂട്ടീനായി. അതുകൊണ്ട് ഇപ്പം ഈവൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം സ്പെൻഡ് ആവുന്നില്ല, ജസ്റ്റ് ഒരൊറ്റ സ്ട്രെച്ചിൽ എടുക്കുകയാണ് വീഡിയോ. അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നു ഇതുകൊണ്ടാണ്. സോ അതിന്റെ റിസൾട്ട് ഇപ്പം വന്നത് ഞാൻ ഒരുപാട് മന്ത്സ്, ഇപ്പോൾ ഒരു 2-3 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് ഇപ്പോഴാണ് റീസെന്റ് ആണ് എനിക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ആ റിസൾട്ട് ഫീൽ ചെയ്ത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം, മെല്ലെ എന്താക്കും ആ റിസൾട്ടിലേക്ക് എത്തിക്കോളും. സോ ഈ ഒരു ടെക്നിക്സും ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മടി ഒരു വിധം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. സോ ഞാനിപ്പോഴും ആലോചിക്കും, ഞാനിപ്പോഴും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, മടി എല്ലാവർക്കും വരാം, പക്ഷെ അത് നമ്മളെ മനസ്സിലാക്കി നമ്മൾ ചെയ്ത് നമ്മളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാത്തതാണ് മെയിൻ തിങ്. അത് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് ഇന്ന റീസൺസ് ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിൽ ഇങ്ങനെ മുന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്ത ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, കമന്റ് സെക്ഷനിൽ അറിയിക്കാം. സോ ഇതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് മടിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള റീൽസ് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, ഷോർട്ട് കാര്യങ്ങൾ കൺസ്യൂം ചെയ്ത് നമ്മളെ അറ്റൻഷൻ സ്പാൻ കുറയുകയും നമുക്ക് ലെങ്തി കാര്യങ്ങൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലോ കുറച്ചും കൂടിയും ബോറ് വരുന്ന സംഭവം കൂടി ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് വളരെ ഷോർട്ടായ കാര്യങ്ങൾ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്ന രീതിയിലേക്ക് കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ലെങ്തി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, എനിക്ക് സ്റ്റുഡൻസുമായിട്ടായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ബേസിക്കലി എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ്. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസ് കിട്ടും. ഞാൻ ഇതുപോലെ നമ്മളെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. സോ താങ്ക് യു.